അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ചായ ബീച്ച് പോയിട്ട് അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പം ഗൈസ് ഇതാ നമ്മൾ ചാൽ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെയാണ് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കാട്ടാമ്പള്ളി വൈഡൽ വേൾഡ് ഉള്ളത്. ഇതായത് ഇവിടെയാണ് ഞാൻ മുമ്പ് വർക്ക് ചെയ്തത്. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതായത് ഇവിടെ NH ദേശീയപാതേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെച്ചാൽ നമ്മൾ ചാൽ ബീച്ചിൻ്റെ അടുത്ത് എത്താനായി. നമ്മൾ പണ്ട് ന്യൂ ഇയറിന് വന്നേരം ഇവിടെ വണ്ടി വെച്ചിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയായത് കുറേ. ഇപ്പോൾ ന്യൂ ഇയറെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇതായത് നമ്മളിതാ ചാൽ ബീച്ചിലെത്തി. കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. നമ്മൾ കരുതി കുറച്ച് ഇരുടായിട്ട് നമുക്ക് ഫെസ്റ്റിൻ്റെ അകത്തേക്ക് കയറാമെന്ന്. ഇതവിടെ ഐ ലവ് ചാൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. നാളെയും കൂടിയേ ഫെസ്റ്റ് ഉള്ളൂ. കുറച്ച് ഇരുടായതാ ഐ ലവ് ചാൽ ചെയ്ത് ലൈറ്റെല്ലാം കത്തി എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കില്ല. ഇനി നമുക്ക് ഫെസ്റ്റിൻ്റെ അകത്തേക്ക് കയറാം. അതിനു മുമ്പ് എന്തെങ്കിലും കുടിക്കണം, നല്ലോണം ദാഹിക്കുന്നുണ്ട്. ഗൈസ് നമ്മൾ ഇളനീർ ജ്യൂസ് കുടിക്കാമെന്ന് കരുതി സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫെസ്റ്റിനകത്തേക്ക് കയറാം. ഗൈസ് ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇതാ ഇവിടെ സൈഡിലായിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറാം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ചാൽ ബീച്ച് ഫെസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഗൈസ് ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം. ഗൈസ് ഇവിടെ ചാൽ ബീച്ച് ഫെസ്റ്റ് എന്ന് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. ഗൈസ് കയറി വരുമ്പോൾ തന്നെ ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെയാണ്. ഓരോ ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഗൈസ് പിന്നെ അകത്ത് നമ്മളെ ഫ്ലവർ ഷോനൊക്കെ ഉള്ള പോലെ തന്നെ ഫുള്ള് പൂക്കളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ ശരിക്കും കാണിച്ചിട്ടിതാ പലതരം പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെറൈറ്റി. ഗൈസ് നമ്മൾ ഇരിട്ടി ഫ്ലവർ ഷോൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സ് കൊടുക്കുക, അവിടെ നിന്ന് കാണാവുന്നതാണ്. ഗൈസ് പിന്നെ ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, ലൈറ്റിംഗ് ഒക്കെ എത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഗൈസ് ഇങ്ങോട്ടൊക്കെ ചെറിയൊരു ഫോറസ്റ്റൊക്കെ പോലെ ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. ഉള്ളിൽ മൃഗങ്ങളെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതാ. ഇതവിടെ ഓരോ മൃഗങ്ങളെ പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ മാന്, ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ല. ഗ്യാസ് അത് കഴിഞ്ഞിട്ട് നമ്മളെത്തുന്നത് ഇവിടെ ചെറിയ പ്രേതത്തിൻ്റെ ഈ സംഭവം ഇതാക്കിയിട്ടുണ്ട്. ഇത് സൗണ്ടും കാര്യങ്ങളൊക്കെ. ഗ്യാസ് പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതാ നമ്മളെ ചെക്കന് ഏതെങ്കിലും റൈഡ് കയറ്റണം. അവൻ ഏതിലാണ് എഴുതുന്നതെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഗൈസ് ഇവിടെ ആകാശ തോണി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചതാണ്. അവിടെ പിന്നെ കുട്ടികളെ മറ്റേ ഊരി കളിക്കുന്ന ഇതവിടെ ആകാശ തോണിയുണ്ട്. നമ്മൾ മറ്റേ ഫ്ലവർ ഷോ ഒന്ന് കയറിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. സൈനിക ഇതിലാണ് കയറേണ്ടത്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ കയറാം.
ഗൈസ് നമ്മൾ ഏറ്റവും പുറകിൽ ഇരുന്നിട്ടുണ്ട്. ഗൈസ് സ്റ്റാർട്ടായി. ഗൈസ് റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. നമ്മളിതാ ഇപ്പോൾ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് ഡെക്കറേറ്റ് ആക്കിയിട്ടുണ്ട്. ന്യൂ ഇയറിന് ഇവിടെ വന്നാൽ ഫുള്ള് DJ പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല തിരക്കാണ്, നല്ല ബ്ലോക്കിന് വന്ന്. നമുക്ക് എന്തെങ്കിലും ഫുഡും കഴിച്ചിട്ട് മെല്ലെ ഇവിടുന്ന് വിടാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇവിടെ ഒരു പ്രതിമയുണ്ട്. അതിൻ്റെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാം കുട്ടികളുടെ റൈഡുകളാണ്. നമ്മൾ മുളക് ബജി കഴിച്ച്, മുളക് ബജിയും കോളിഫ്ലവർ ഫ്രൈയും അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. ഇനി വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല. ഈ സ്റ്റേജിലായിരുന്നു ന്യൂ ഇയറിന് DJയും പരിപാടിയൊക്കെ. അന്നിവിടെ ഫുള്ള് തിരക്കാണ്. ഗൈസ് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ നല്ല തിരക്കുണ്ട്, കാരണം നാളെയും കൂടി ഈ ഫെസ്റ്റ് ഉള്ളൂ. ഗൈസ് നമ്മൾ വണ്ടി വെച്ച് അങ്ങോട്ടേക്ക് നടക്കാനാണ്. ഈ വരുന്ന വണ്ടിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മളെ ചാൽ ബീച്ച് ഫെസ്റ്റിലെ കാഴ്ചകൾ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോക്കാണ്. നമ്മളെ വണ്ടി വെച്ചത് കണ്ണാടിപ്പറമ്പിലാണ്. അവിടെ നിന്ന് ആ വണ്ടി എടുത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകണം.